അതിഉത്തമം. ഇന്നേക്ക് 7 നാൾ തികഞ്ഞ് 8-ാം നാൾ കഴിഞ്ഞ് 8 നാഴിക അവിടുത്തെ വന്നു. എന്റെ ദൈവം വന്നു. മാപ്പ് തരും കണ്ണകി, എനിക്ക് മാപ്പ് തരും. ലോകത്ത് ഒരു ഭാര്യയും സഹിക്കാത്ത മഹാ അപരാധമാണ് ഞാൻ ചെയ്തത്. എങ്കിലും നീ എനിക്ക് മാപ്പ് തരും. അങ്ങനെയൊന്നും പറയരുത്. അവിടെ ഒരു അപരാധവും ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ കാലക്കേട് കൊണ്ട് സംഭവിച്ചതാണ്. കണ്ണകി, നിന്നെ ഞാൻ വളരെയധികം വേദനിപ്പിച്ചു. ഈ കൈകൾ എന്നെ തലോടുമ്പോൾ വേദനയെ പറ്റിയൊന്നും എനിക്ക് ഓർമ്മയില്ല. അമ്മയുടെ അസുഖം എങ്ങനെയിരിക്കുന്നു? കഴിക്കും. ആദ്യം വിശപ്പ് മാറട്ടെ. എങ്ങോട്ടാണ് യാത്ര? നല്ലത്. തളരാത്തതാണ് പ്രതീക്ഷ, ഒരിക്കലും നശിക്കാത്തതാണ് ആശ. ഇത് രണ്ടും തീർന്നുവെങ്കിൽ നീ ഭാഗ്യവാൻ. അല്ല, എവിടെ നിന്ന് വരുന്നു പറഞ്ഞില്ല. എവിടെ നിന്ന് വന്നാലും നാം എല്ലാം ചെന്നെത്തുന്നത് ഒരു സ്ഥലത്തായിരിക്കും. പോകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് സമാധാനമായി. കൂട്ടിന് അമ്മ കൂടി ഉണ്ടല്ലോ. അമ്മയ്ക്കും ധൈര്യമായി നിങ്ങൾ കൂടെ വരുന്നത് കൊണ്ട്. ക്ഷീണം തീർന്നുവെങ്കിൽ നമുക്ക് പുറപ്പെടാം. ഇവിടുന്ന് 2 കാതും ദൂരെ പോയാൽ ഉറയൂർ എന്ന ഗ്രാമമാണ്. ഇളമുറ രാജാവിന്റെ ആസ്ഥാനം. തണ്ണീർ പന്തലും മഠങ്ങളും ധാരാളമുണ്ട്. ഇന്ന് രാത്രി കഴുത്ത് വേദനിക്കുന്നു. ഈശ്വര, മാധുരി, എന്താണ് പറയൂ. തമ്പുരാനെ ചിലമ്പ് മോഷണ കുറ്റം ചുമത്തി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ചിലമ്പ് മോഷ്ടിച്ചോ? ഇത് എന്റെ ചിലമ്പാണ്. ഇതിന്റെ ഇണച്ചിലമ്പാണ് അദ്ദേഹം കൊണ്ടുപോയത്. എവിടെയാണ് കൊലക്കളം? തമ്പുരാട്ടി, മാറി നിൽക്കൂ. ഇങ്ങനെ സഹിക്കും. ലോകത്തിലുള്ള എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാൽ എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നാൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് കരുതി കാത്തിരിക്കുമായിരുന്നു. അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സുഖം കണ്ടെത്തുമെന്ന് ഭാഗ്യദോഷിയായ ഞാൻ കൊതിച്ചു. എല്ലാം അസ്തമിച്ചു. ഈ തളം കെട്ടിക്കിടക്കുന്ന രക്തത്തിൽ കൂടി എന്റെ ജീവിതവും മണ്ണിടിഞ്ഞു. എന്റെ എല്ലാമായ അവിടുന്ന് ഈ ലോകം വിട്ടു. എങ്കിലും ഒന്ന് കണ്ണു തുറക്കുമോ? അവസാനമായി എന്നെ കണ്ണകി എന്നൊന്ന് വിളിക്കുമോ? എന്റെ സ്വാമി. എന്റെ സ്വാമി കള്ളനാണോ? നിന്റെ കോവിലും ഒരിക്കലും കണ്ണൂല. എന്റെ ദേവത, ദേവത, അകാലത്തിൽ മംഗല്യ ചരട് പൊട്ടിപ്പോയ ദേവത. ദേവതയാണ്, പ്രതികാര ദേവത, രൗദ്ര ദേവത. പാണ്ഡ്യ, തലയേറ്റ ഭർത്താവിനെ കണ്ട് താഴ്ന്നു വീഴാത്ത കണ്ണകി ഇതാ വരുന്നു. മഹാരാജൻ, ഞാൻ സ്ത്രീയല്ല, ഭാര്യയാണ്. കൊലക്കളത്തിൽ കഴുത്തറ്റി കിടക്കുന്ന കോവലന്റെ ഭാര്യ കർണകി. നമുക്ക് നിന്നോട് അനുകമ്പയുണ്ട്. ആവശ്യമില്ല. മോഷണക്കുറ്റത്തിന് പാണ്ഡ്യരാജ്യത്തിൽ വധശിക്ഷ. മോഷണക്കുറ്റമോ? ആരെന്ത് മോഷ്ടിച്ചു? നിന്റെ ഭർത്താവ് മഹാറാണിയുടെ ചിലമ്പ്. ഞാൻ മഹാരാജാവിനോടാണ് സംസാരിക്കുന്നത്, മന്ത്രിയോടല്ല. നമ്മുടെ രാജ്ഞിയുടെ ചിലപ്പാണ് നിന്റെ ഭർത്താവ് മോഷ്ടിച്ചത് എന്ന് എങ്ങനെ തീരുമാനിച്ചു മഹാരാജാവേ? ആ ചിലപ്പ് അവന്റെ പക്കലിൽ നിന്ന് പിടിച്ചെടുത്തു. മന്ത്രി,
കൊണ്ടുവരുവാ ചിലമ്പ്. കൊണ്ടുവരുക. മഹാരാജാവേ, ആ കൊണ്ടുവന്ന ചിലമ്പ് എന്റേതാണ്. മഹാറാണിയുടെ ചിലമ്പ് അറ്റകുറ്റം തീർക്കാനായി അരമന തപ്പനെ ഏൽപ്പിച്ചു. അയാളുടെ വീട്ടിൽ നിന്നും അത് മോഷണം പോയി. പോയിരിക്കാം, അതിന് എന്റെ ഭർത്താവ് എന്ത് പിഴച്ചു? നിന്റെ ഭർത്താവാണ് മോഷ്ടിച്ചത്. എന്റെ ഭർത്താവ് ഒരു മനുഷ്യനെന്ന നിലയിൽ മഹാരാജാവിനേക്കാൾ വലിയവനായിരുന്നു. പൊന്നും വെള്ളിയും വാരി കോരി കൊടുത്തവനാണ്, എടുത്തവനല്ല. ഓ, ഭർത്താവ് മരിച്ച ദുഃഖം കൊണ്ട് നിലതെറ്റി നിൽക്കുന്ന നിന്റെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ ബുദ്ധിമതിയാണെന്നോ? പക്ഷേ സ്വന്തം ഭർത്താവിനോട് നീ ഉപദേശിക്കണമായിരുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ചെയ്തിട്ടില്ല. മഹാറാണിയുടെ ഒരു ചിലമ്പന്നെ തട്ടാൻ കൊടുത്തത്. അതിന്റെ ഇണച്ചിലമ്പ് കാണുമല്ലോ, അതെവിടെ? എന്തിന്? രാജൻ, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. അങ്ങോട്ട് ചോദിക്കാനാണ് കണ്ണകി വന്നത്. റാണിയുടെ ചിലമ്പ് എവിടെ? രണ്ടും ഒന്നാണോ എന്ന് എനിക്കറിയണം. ഇതിന്റെ ഇടച്ചിലപ്പ് കൊണ്ടുവരും. സത്യം പറയുമ്പോൾ നിന്റെ ഹൃദയം ശാന്തമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നോക്ക്, കോപത്താൽ നിന്റെ കാഴ്ച മങ്ങിയിരിക്കും. എങ്കിലും സൂക്ഷിച്ചു നോക്ക്. ഇത് രണ്ടും ഒന്നല്ലേ? കടുകിടയ്ക്ക് വ്യത്യാസമുണ്ടോ? കാഴ്ചയിലില്ല. ചിരിക്കാതെ. ചിരി അവസാനിക്കാൻ പോകുന്ന ദിവസമാണിത്. മന്ത്രി മാത്രമല്ല, ഈ മധുരാപുരിയുടെ ചിരി തന്നെ ഇന്ന് അസ്തമിക്കാൻ പോവുകയാണ്. കണ്ണകി, ഭീഷണി കൊള്ളാം. നാം ഒരു കലാസംഖ്യ കൂടിയാണെന്ന് നീ മനസ്സിലാക്കണം. നല്ല അഭിനയത്തെ അഭിനന്ദിക്കുന്നവരാണ് നാം. അഭിനയമോ? എല്ലാ ആശകളും ആഗ്രഹങ്ങളും നശിച്ചു നിൽക്കുന്നതിന് അഭിനയിക്കുകയാണല്ലോ. അകാലത്തിൽ മന്ത്രിനെ മറ്റുപോയവളാണെങ്കിലും കുലസ്ത്രീയായ ഞാൻ പറയുന്നു, ആ ചിലമ്പുകൾ കാണാൻ ഒരുപോലെയാണെങ്കിലും അത് രണ്ടും രണ്ടാണ്. പാണ്ഡ്യൻ സ്ത്രീകളോട് പ്രാഭവം കാണിക്കാനില്ല, തർക്കിക്കാനുമില്ല. എങ്കിലും ഒന്ന് പറയും, നിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം. ഈ ചിലവ് രണ്ടും നമ്മുടെ മഹാറാണിയുടേതാണ്. അല്ല, ആദിത്യ ചന്ദ്രന്മാർ സാക്ഷിയായല്ല. ആ ഒരു ചിലമ്പ് എന്റേതാണ്. ഇതാ അതിന്റെ ഇണച്ചിലമ്പ്. ചിരിക്കരുത്. മഹാറാണിയുടെ ചിലമ്പിനകത്തെ തരികൾ എന്താണ്? നിന്റെ അവിവേകത്തിൽ പാണ്ഡ്യസിംഹാസനം മാപ്പ് തരും. മഹാരാജ്ഞിയുടെ ചിലവിനകത്ത് വെറും നവധാന്യങ്ങളാണെന്ന് നീ കരുതിയില്ല. രാജ്ഞിയുടെ ചിലവിനകത്ത് മുത്തുകളാണ് വില കൂടിയ മുത്തുകൾ. നിന്റെ ചിലവിലോ? മുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകരിയായി പോയെന്ന് കരുതി രാജാവും മന്ത്രിയും അഹങ്കരിക്കരുത്. എന്റെ ചിലമ്പിനകത്ത് മുത്തല്ല, മാണിക്യമാണ്. മാണിക്യം? പാവം, നിനക്ക് ബുദ്ധിഭ്രമമാണ്. ഒരു മാണിക്യക്കല്ലിന് എന്ത് വിലയാകുമെന്ന് നിനക്കറിയില്ല. ചിലവിനകത്ത് മാണിക്യം നിറയ്ക്കാൻ ആർക്കും സാധിക്കില്ല. എന്റെ അച്ഛന് സാധിച്ചു. ചോളരാജ്യത്തെ മഹാനായ്ക്കിന് സാധിച്ചു. തർക്കിക്കണ്ട. ആ രണ്ട് ചിലവുകളും വെട്ടിപ്പിളർന്നു നോക്കൂ. കണ്ണകി, പാണ്ഡ്യൻ പിടിക്കുന്നത് സത്യത്തിന്റെ ചെങ്കോലാണ്. ഇത് നോക്കൂ. മുത്തുകൾ, ഇപ്പോൾ നീ സമ്മതിക്കുന്നു രാജ്ഞിയുടെ ചിലമ്പാണ്? സമ്മതിക്കുന്നു. എന്റെ ഭർത്താവ് മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ ചിലമ്പ് ഞാൻ ഇതാ തച്ചുടക്കുന്നു. നോക്കൂ. എന്താണിതിനകത്ത്? മുത്തോ മാണിക്യമോ? സ്തംഭിച്ചു നിൽക്കാതെ ഉറക്കെ പറയൂ. മുത്തോ മാണിക്യമോ? മന്ത്രി, ശബ്ദിക്കരുത്. എന്നോട് സംസാരിക്കരുത്. ഭർത്താവിന്റെ ചുടിച്ചോറ് തൈലത്തിന് പകരം തലമുടിയിൽ പുരട്ടി നിൽക്കുന്ന സത്യവതിയായി എന്നോട് ഉത്തരം പറയുന്നു. എന്റെ ഭർത്താവ് കള്ളനാണ്. കണ്ണകി, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റുപറ്റി. തെറ്റുപറ്റുന്നവനിരിക്കാൻ സിംഹാസനം വേണ്ട. വിവരം ഗ്രഹിക്കാതെ വിധി എഴുതാൻ ഏത് നീതിശാസ്ത്രം നിന്നെ പഠിപ്പിച്ചു? തെളിവുകൾ നോക്കാതെ തീർപ്പ് കൽപ്പിക്കാൻ ഏത് തത്വശാസ്ത്രം നിന്നെ ഉപദേശിച്ചു? ഗർജിക്കാതെ. സത്യവും ധർമ്മവും ഒഴിച്ച് ബാക്കിയെല്ലാം തകർന്നു പോയ ഒരു സ്ത്രീയോട് വെറും മാസപ്പടി പറ്റി ഏത് അധർമ്മവും ചെയ്യുന്ന ഒരു മന്ത്രി ഗർജിക്കാതെ. ഞാൻ തുറച്ചു നോക്കിയാൽ നിന്റെ ഖണ്ഡനാളെ മടഞ്ഞു പോകും. എന്നെ ഭയപ്പെടുത്തുന്നു. ഭയങ്കരിയായ എന്നെ നോക്കൂ. എന്റെ മുഖത്ത് നോക്കൂ. കണ്ണകി, ചെങ്കോലടക്കുന്ന നിന്നോട് അപേക്ഷിക്കുകയാണ്. പാണ്ഡ്യ, നിന്റെ ധർമ്മച്ചെങ്കോലിന് തലനാഴിക്ക് വാട്ടം തെറ്റിയാൽ ഉടൻ തന്നെ പ്രാണൻ വെടിയുമെന്ന് വൈഗാ നദിക്കരയിലെ കല്ലിലും മരത്തിലും കൊത്തിവെച്ച് ജനകോടികളെ വഞ്ചിച്ച രാക്ഷസ, ഒന്നുകൂടി നോക്കൂ. ആ ചിതറിക്കിടക്കുന്നത് മാണിക്യമാണോ എന്ന്? പാണ്ഡ്യരാജ്യത്തിന്റെ മണ്ണും മക്കളും പൊന്നും പൊരുളുമെല്ലാം സംരക്ഷിക്കുന്നത് ചാമുണ്ടേശ്വരിയാണ്. ആ ചാമുണ്ടേശ്വരി സാക്ഷി നിർത്തി നാം പറയുകയാണ്, ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയതിന് നമ്മുടെ ഹൃദയം അത്യധികമായി വേദനിക്കുന്നു. അളവിൽ കവിഞ്ഞ ആദായവും അധികാരവും കൊണ്ട് മനുഷ്യത്വം മരവിച്ച രാജാക്കന്മാർക്കുണ്ടോ ഹൃദയം? ഉണ്ടെങ്കിൽ നിന്നോട് ഞാനൊരു സത്യം പറയും. കുലസ്ത്രീകൾ ആരും തന്നെ പറയാൻ ഇഷ്ടപ്പെടാത്ത സത്യം. മാതൃസുഖം എന്താണെന്ന് ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. വൈഗാ നദിയും വേപ്പിൻ പൂവുമുള്ള
നിന്റെ പുണ്യഭൂമിയിൽ വെച്ചെങ്കിൽ എനിക്കതിനിട വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, കൊതിച്ചു, ദാഹിച്ചു. പക്ഷേ സത്യവും ധർമ്മവും നീതിയുമെല്ലാം പിച്ചി ചിന്തിക്കാറ്റിൽ പറത്തിക്കൊണ്ട് എന്റെ എല്ലാമായ ദൈവത്തിന്റെ ശിരസ് നീ വെട്ടിക്കളഞ്ഞു. ഇല്ല, നെഞ്ചുകീറി നിൽക്കുന്ന എന്നെ നീ സമീപിക്കാതെ. സകല ഐശ്വര്യങ്ങളും നിറഞ്ഞ ചോളരാജ്യത്തിൽ ഞാൻ ജനിച്ചു. കനോപാസനയുടെ പേരിൽ വ്യഭിചാരികളെ വളർത്തുന്ന ആ നാട്ടിൽ വെച്ച് എന്റെ ഭർത്താവിന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു. ധർമ്മത്തിൽ കോലാടുന്നവനെന്ന് തമ്പേറടിക്കുന്ന നിന്റെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശിരസ് നീ വെട്ടിമാറ്റി. ദേവതമാരെ, നിരപരാധികളായ ഞങ്ങളോട് ചെയ്ത ഈ കൊടും ചതി കണ്ട് നിങ്ങൾ കണ്ണടയ്ക്കരുത്. കൊലക്കളത്തിൽ താൻ കെട്ടി നിൽക്കുന്ന മനുഷ്യരക്തത്തിന്റെ ഗന്ധമേറ്റ് നിങ്ങൾ തലതിരിക്കരുത്. മംഗല്യം ചാർത്തി അവന്റെ ചോറ് തൊട്ട് നെക്കിയിൽ ചാർത്തി നിൽക്കുന്ന കണ്ണഗീത തറയിൽ തൊട്ട് ശപിക്കുകയാണ്. ഈ കടമായ വേദന കൊണ്ട് ഞാൻ പിടയുന്നു. പാണ്ഡ്യ, എന്റെ നെഞ്ചിനകത്ത് ആളിക്കത്തുന്നത് വെറും തീയല്ല, കൽപ്പാന്ത ജ്വാലയാണ്. എന്റെ വേദന മുഴുവനും ഞാനിതാ പറിച്ചറിയും. നിന്റെ തലസ്ഥാനമായ മധുരാ നഗരിയിലെ ജീവിതകഥകൾ എഴുതുന്ന പണ്ഡിതന്മാരുടെ നാരായം ഈ ബെടവാക്കിയിൽ ഉരുകിപ്പോയിട്ടില്ലെങ്കിൽ അതെടുത്ത് ഓലയിൽ ഇങ്ങനെ കുറിച്ചിടട്ടെ. തങ്കമേൽക്കാത്ത കറപ്പിരളാത്ത ഒരു ഭാര്യയുടെ ഉള്ളു നിറയ അവളൊരു അഗ്നിജ്വാലയായി മാറും. ഈ സൗരയുഗത്തെ പോലും തച്ചുടച്ച് ഭസ്മമാക്കും. സത്യധർമാദികളുടെ ചിതാഭസ്മം കൊണ്ട് വെളുത്ത ചോളരാജ്യവും പാണ്ഡ്യരാജ്യവും എനിക്കിനി വേണ്ട. ധർമ്മപ്പെരുമാൾ അറിയാവുന്ന ചേരാജ്യത്തിലേക്ക് നിന്റെ സകല ശക്തികൾ ഈ ഒറ്റ ചിലമ്പിൽ ആവാഹിച്ചു